ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ മുഴുവനായിട്ടൊന്ന് കാണുക, ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നോമ്പിനുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങായി. അപ്പോൾ ഇങ്ങനെ വാഴൻ്റെലൊക്കെ കട്ട് ചെയ്ത് സൂപ്പറാക്കി വെച്ച് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ കുഞ്ഞോൾ താത്തൻ്റെ വീഡിയോയിൽ ഞാനിങ്ങനെ വാഴൻ്റെലൊക്കെ വെച്ചിട്ട് നൂൽപുട്ട് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം കേട്ടോ, എനിക്കും അങ്ങനെ ഉണ്ടാക്കണം എന്ന്. അപ്പോൾ നമ്മൾ അതാ തൊടുവിൽ പോയിട്ട് വാഴൻ്റെലൊക്കെ കൊടുന്ന് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ കറക്റ്റ് അളവിൽ വെട്ടിയെടുത്തിട്ട് അങ്ങനെ വെച്ചെടുത്ത് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ ഇഡലി പാത്രം കുറച്ച് ചെറുതാട്ടോ, 2 തട്ടുള്ളൂ. മറ്റേ സ്റ്റീമറാണെങ്കിൽ കുറച്ച് സൂപ്പർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ഇന്ന് നൂൽപുട്ട് ചുടുന്നത്. അപ്പോൾ വട്ടത്തിൽ നല്ല വലിപ്പത്തിൽ കേട്ടോ, രണ്ടെണ്ണം കഴിക്കുമ്പോഴത്തേനും നമ്മളെ പള്ളയൊക്കെ ഫുള്ളായിക്കോളും. അപ്പോൾ നമ്മൾ ഈ വാഴൻ്റെ ഒരു മണവും രുചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് നൂലപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ ഇഡലി പാത്രം ഇത്ര ചെറിയൊരു പാത്രം കേട്ടോ. അപ്പോൾ അതിക്ക് 2 തട്ടന്നെ ഉള്ളൂ. വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ഈ 2 നൂൽപുട്ടായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടോ. അപ്പോൾ വാഴൻ്റെ ഇലയിലുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞാൾത്താത്തൻ്റെ വീഡിയോ കണ്ടപ്പോൾ മുതൽ ഇങ്ങനെ പൂതി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് അവിടെ കിടന്ന് വേകുമ്പോഴത്തേനും നമുക്കിതാ ഒരു കായ ബജ്ജി കേട്ടോ, ഒന്ന് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കായ ബജ്ജി, പുളിയല്ല സോറി, നല്ല എരിവൊക്കെ ഉള്ളൊരു കായ ബജ്ജി കേട്ടോ. അപ്പോൾ ഞാനിതിലെടുത്തേക്കുന്നത് കുറച്ച് കടലമാവും 2 സ്പൂൺ മൈദപ്പൊടി കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ അതുപോലെ നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് മുളകും പൊടി കേട്ടോ. പിന്നെ ഞാനൊരു വെറൈറ്റി സംഭവം ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാമ്പാർ പൊടി കേട്ടോ. നമ്മൾ ഈ കായ ബജ്ജി മുളക് ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് സാമ്പാർ പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു മണം വേറെ ഒരു ലെവലാട്ടോ, അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെറുതെ പറയല്ല, ആരെങ്കിലും ഇങ്ങനെ ബജ്ജി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാമ്പാർ പൊടി കൊണ്ട് ചേർത്ത് കൊടുത്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയില ഉണ്ടല്ലോ, അത് ചെറുതാക്കി അരിയുക, പിന്നെ നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാ മാവ് സെറ്റാക്കി എടുത്തേക്കണം. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ, ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ അത് വലിയ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇനി ഇതാ നമ്മളെ 3 കായാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, നല്ല പച്ചക്കായ. ചെറുത് നോക്കിയിട്ട് വാങ്ങിയിട്ട് തരാനാണ് ഞാൻ പറഞ്ഞത്, വലുത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേനും നമ്മളത് ആ നൂൽപുട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആവുന്നിട്ടുണ്ടോ. പക്ഷേ ഇതിങ്ങനെ എടുക്കാൻ കുറച്ച് പാടാട്ടോ, കൈയൊക്കെ പൊള്ളലും ആവി വരലൊക്കെ സംഭവം എനിക്ക് ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞമ്മക്കൊരു പൂതിയല്ലേ. അപ്പോൾ അതങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തെ നൂൽപുട്ട് ഇതിപ്പോൾ എങ്ങനെ എടുക്കാമെന്നൊരു ടെൻഷനിലിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത് വേറെ 2 പീച്ചിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ പാത്രം അപ്പുറത്തെ അടുപ്പിക്ക് വെച്ചോട്ടോ. ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വലിയ നൂൽപുട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാതും ഞാൻ അതുപോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ കായ ബജ്ജി ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കായ ബജ്ജിയൊക്കെ നല്ലോണം പൊന്തി നല്ല ഉഷാറായിട്ട് നല്ല സ്പോഞ്ച് പോലെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മണവും രുചിയും ആ സാമ്പാർ പൊടി ഇട്ടതിനൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ നല്ല തട്ടുകടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവില്ല കായ ബജ്ജിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, ആ സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ടേസ്റ്റും ഉണ്ടായിരുന്നു, മണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ ഒരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. നമ്മൾ സോയാബീൻ, ക്യാരറ്റും കിഴങ്ങും ഉള്ളിയും ഒക്കെ പാടിട്ടിട്ട് നമ്മൾ നൂൽപുട്ടൊക്കെയുള്ളത് കുറുമയാണ്. ഇന്ന് നമുക്ക് ഇറച്ചി മീനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഉണക്കല മീനിൻ്റെ സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് അത്താഴത്തിനും ഒക്കെ ഉണക്കലാട്ടോ. ഉണക്കലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. മക്കൾക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, മുട്ടയോ അല്ലെങ്കിൽ വേറെ കിഴങ്ങ് പൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാറ് കേട്ടോ ഉണക്കലാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ സോയാബിയൊക്കെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് പിന്നെ കഴുകി വാരി വെള്ളമൊക്കെ പോയതാട്ടോ. സോയാബൊക്കെ നല്ല ചേർത്ത് വന്നിക്കണം, ചെറിയ സോയാബി കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ നമ്മളെ കുറുമയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ കുറുമ വെച്ചപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടികളും അതിൽ ചേർക്കുന്ന മസാലകളും അരപ്പും ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇത് വെക്കുമ്പോഴൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും എന്തിനാ അത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് സംഭവം റെഡിയാക്കി
ആയിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കണം. അപ്പോൾ ടൈമിൽ കുറച്ച് നേരം വൈകിക്കണം. അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ വെച്ചിക്കണം. പിന്നെ പച്ചക്കറി ആകുമ്പോൾ നല്ല വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞ് നല്ല ടേസ്റ്റും കൂടുമല്ലോ. അപ്പോൾ അതാ കണ്ടില്ല നമ്മളെ കായ ബജ്ജി ഫുൾ അങ്ങോട്ട് ചുട്ടെടുത്തിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് പൊന്തി നല്ല ഉഷാറായി കിട്ടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ സോസ് വേണം കേട്ടോ കഴിക്കാൻ. സോസോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കായ ബജ്ജിയൊക്കെ പൊക്കവട ഉണ്ടാക്കുമ്പോൾ അത് നിർബന്ധം കേട്ടോ നമുക്ക്. അപ്പോൾ എന്നാലേ അതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സംഭവം ഇതാ നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇതിങ്ങനെ പൊന്തി ഒരുപാട് ഉള്ള പോലെയൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് തന്നെ ചിലപ്പോൾ ബാക്കിയാവും കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടമായാലും പിന്നെ ബാക്കിയൊന്നുമില്ല. ഇഷ്ടപ്പെട്ട കറി വേണം. ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിലൊന്നും ബാക്കിയല്ല. ഇന്നിപ്പോൾ വെജിറ്റബിൾ കുറുമ കൊണ്ട് എന്താ പറയാനൊന്നും വയ്യ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് സെറ്റായി നമ്മൾ പിന്നെ കുറുമക്കുള്ളതും ഞാനവിടെ വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി ഇതാ നമുക്ക് ഇന്ന് ജ്യൂസ് മുസമ്പിയാണ്. അതുപോലെ നമ്മൾ റോബസ്റ്റും പാലൊക്കെ ഇട്ടിട്ട് ഒരു ഷെയ്ക്കും കൂടി ഉണ്ടാക്കണം കേട്ടോ. അണ്ടിപ്പരിപ്പും പിന്നെ ബദാമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷെയ്ക്ക് അടിച്ചില്ലേ അതേപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ കേട്ടോ. റോബസ്റ്റും പാലും ഇട്ടിട്ട് പിന്നെ അതാ 2 ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഓറഞ്ച് തീരുന്നല്ല കേട്ടോ. ഓറഞ്ച് ഇപ്പോൾ 2 മൂന്നല്ല കേട്ടോ 5 ദിവസമായിട്ട് കൊടുന്നിട്ട് അത് കഴിയുന്നല്ല എന്താ അറിയില്ല. അപ്പോൾ അത് കഴിയട്ടെ എന്നിട്ട് ഇനി നമുക്ക് വേറെ വാങ്ങാം കേട്ടോ എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും നമ്മളിതാ ഓറഞ്ച് കുറച്ച് 2 ഉള്ളൂ കേട്ടോ. ഇതന്നെ ചിലപ്പോൾ ആരും തിന്നുമല്ല, വെറുതെ ഒരു ഷോയ്ക്ക് വെക്കണ പോലെയാണ് കേട്ടോ അവിടെ വെക്കണത്. ഈത്തപ്പഴവും പിന്നെ നമ്മളെ ബജ്ജിയും പിന്നെ നമ്മൾ റോബസ്റ്റ് ഷെയ്ക്കും അതുപോലെ തന്നെ മുസമ്പി ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതാട്ടോ ബാങ്ക് കൊടുക്കേണ്ട സമയമായി. ബാങ്ക് കൊടുക്കണം, നീ നോമ്പ് തുറക്കണം, അതൊക്കെ തന്നെയാണ് ഇനി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അങ്ങാടിയിലൊക്കെ പോയി വന്നിക്കണം കേട്ടോ. ഞാൻ മോനൊരു ചെറിയൊരു കൂട്ടൻ ഡ്രസ്സും ചെറിയവനൊരു കൂട്ടൻ ഡ്രസ്സും എടുത്തിക്കണം. നമുക്കൊരു ടോപ്പ് എടുത്തിക്കണം കേട്ടോ. അപ്പം പുതിയാപ്പിളക്കും വലിയ മക്കൾക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവർക്കൊന്നും നമ്മളെ സെക്ഷനിൽ പെടില്ല കേട്ടോ. അവർക്കൊക്കെ ഇനി പെരുന്നാളിൻ്റെ തലേന്ന് പോകും കേട്ടോ. ഓലിപ്പോൾ ഇന്നൊന്നും എടുക്കില്ല, ദൂരെ പോയി അങ്ങോട്ട് ചെയ്യാം കേട്ടോ, എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അവർക്ക് അവരെന്നെ എടുക്കണം, നമ്മളെടുത്താൽ പറ്റില്ല. അപ്പോൾ ഞാനും എൻ്റെ ചെറിയ മോനും എടുത്ത് പോന്നു കേട്ടോ. അപ്പോൾ വന്ന ശേഷം ഞാനിതാ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായി ഉണക്കമീനും കൊണ്ട് ഒരു പുളി ഇട്ടിട്ടോ നല്ല എരിവും പുളിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറി ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മൾ രണ്ടാമത്തെ മോനാണ് കേട്ടോ. ഓന് നൂൽപുട്ടും ഇതും വേണ്ട, എനിക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കോട്ടയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെയൊക്കെ അവസ്ഥ കേട്ടോ. ഒരാൾക്കൊന്ന് പറ്റുമ്പോൾ ഒരാൾക്കൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അവർ ഇല്ലെങ്കിൽ കഴിക്കാതെ കിടന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾക്ക് പണി കൂടുതലാണ്, ക്ഷീണമാണ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. മക്കൾ എന്തെങ്കിലും കഴിക്കാതെ കിടക്കുമ്പോൾ നമുക്കൊരു ബേജാറും സങ്കടവും ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അവനൊരു ഓംപ്ലേറ്റൊക്കെ ഇട്ട് 3 ബ്രെഡൊക്കെ വെച്ചിട്ട് ഓംപ്ലേറ്റും ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതെങ്കിലും കഴിച്ചാൽ നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ ഇതാ അത് സെറ്റാക്കി കൊടുത്തേക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെ മക്കളെ അവസ്ഥ കേട്ടോ. ഓരോരുത്തർക്ക് ഓരോരോ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുത്ത് ചായയും കറിയൊക്കെ കൊടുത്ത് മക്കളും മാപ്പിളയും ഒക്കെ കഴിച്ച് കിടന്നിട്ട് ചെറിയ ആൾ പിന്നെ ഉറങ്ങിക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ഫുഡാണ് കേട്ടോ. നമുക്ക് പിന്നെ എന്ത് വിഭവങ്ങളുണ്ടെങ്കിലും ഇതില്ലാതെ അങ്ങോട്ട് പറ്റൂല കേട്ടോ. നല്ല വെണ്ടയ്ക്കും മീനും പുളിയിട്ടതും പപ്പടം പൊരിച്ചതും പിന്നെ നമ്മളിതാ മീൻ പൊരിക്കും കൂടി ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് കിട്ടിയാലേ നമുക്ക് സമാധാനത്തിലൊന്ന് ഉറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പള്ളക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. നമുക്കിത് കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അത്താഴത്തിന് ഞാൻ കഴിക്കൂല കേട്ടോ. അത്താഴത്തിന് നീച്ച ചായ എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റസ്കോ പഴം അതൊക്കെയാണ് കേട്ടോ നമ്മൾ അത്താഴത്തിന്. അപ്പോൾ ഇതാ ഒക്കെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഫോണും കണ്ടിരിക്കുകയാണ് കേട്ടോ. തീറ്റ കഴിഞ്ഞിട്ട് അതിന് ഇരുത്തം കൈ കഴുകുന്നുണ്ടല്ലോ. കുറുമയും നൂൽപുട്ട് പറ്റാത്തവർക്ക് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കി ഓന അതാ കഴിച്ചത്. മറ്റവരൊക്കെ നൂൽപുട്ടും കഴിച്ചിരിക്കണം. നമ്മളിതാ നല്ല അടിപൊളി വെണ്ടയ്ക്ക് മീനും മുളകിട്ടതും പിന്നെ മീൻ പൊരിച്ച പപ്പടം അടിച്ച് പോയിക്കിട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞു. സമയം 12 മണിയായപ്പോഴാണ് ഇന്ന് മോനോട് പറഞ്ഞത് ഇതൊന്ന് വീഡിയോ എടുക്കടാ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് ടോപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പ് കേട്ടോ. അത്യാവശ്യം വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. സാധാ പെരയിൽ കൂടെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. പിന്നെ മോനൊരു ഷർട്ടും ഇതൊക്കെ എടുത്തുക്കണം. അപ്പോൾ മക്കളും മാപ്പിളൊക്കെ ഇങ്ങനെ ആകെ വിഷമത്തിലാക്കട്ടെ, രസമല്ല അമ്മക്കിട്ട രസം ഉണ്ടാവില്ല, ഒരു കോണാൻ ഗുമ്മില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി എടുത്തതല്ലേ മാറ്റാൻ എനിക്കാവില്ല, എനിക്കിത് മതി, എനിക്കിഷ്ടമായി എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ. അപ്പോൾ മോൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.